ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ നമ്മൾ അരീക്കോട് കാർണിവൽ കാണാൻ വേണ്ടി പോവാണ്. അപ്പം അതിൻ്റെ വ്ളോഗാണ്. അപ്പോൾ വണ്ടിയിൽ ഇപ്പച്ചിയുണ്ട്, അതേമാതിരിക്ക് തന്നെ എൻ്റെ ചീമ ഇപ്പച്ചിയുണ്ട്, അതേമാതിരി തന്നെ ജായയുടെ ഇരിക്കുന്നുണ്ട് മുന്നിൽ. അപ്പോൾ എന്തായാലും പോകുന്ന ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പം ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടു തുടങ്ങുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എത്ര ചങ്ങായിമാരെ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുടക്കലുള്ളൂ. അപ്പോൾ എല്ലാവരും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ഇടുക, നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ഇടുക. പിന്നെ അതേമാതിരി നമ്മൾ Q&A ചെയ്യാൻ പ്ലാൻ ഉണ്ട്. സോ നിങ്ങളെല്ലാവരും Q&Aക്കുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയോളി, നമ്മൾ എന്തായാലും പറയണേക്കാരം. അപ്പോൾ എന്തായാലും അവർക്ക് പോകുന്ന ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഏതൊക്കെ റൈഡിലാണ് എനിക്ക് കയറാൻ കമ്പുള്ളത് പറയും. എന്നാലും ഒരു പ്ലാനിങ് ഒന്നുമില്ല. പേടിച്ചരുത് കേട്ടോ. ഞാനല്ലേ തോണിയിൽ കയറിയ ആളാ, അടി ഞാൻ പേടിച്ചില്ല. ഓ, തോണിയിലെ കയറിയോ? അപ്പം പേടിച്ച് മൂത്രയൊക്കെ ഇതാ പറയാനുള്ളൂ. ഇജായോണ്ടാ പറയണേ. ആ ഓക്കെ, നോക്കാം. ഈ ഡയലോഗ് അപ്പോഴും വേണം കേട്ടോ. എന്ത് വെച്ച് വെക്കണ്ടേ? ഒരു മുട്ടായി ആയിക്കോട്ടെ, മഞ്ച വെച്ചണ്ടി. അപ്പൊ നാളത്തേക്ക് 500 ഉറുപ്പ്യ ഒന്നുമില്ല. 500ഒക്കെ വെക്കണ്ടേ, ജപ്പളല്ലേ ഒരു പൊലിവ് ഉണ്ടാവുള്ളൂ. ശരി, അതിൻ്റെ അടുത്ത് പൈസ ഇല്ല കേട്ടോ. അപ്പം എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ സൂപ്പർ ഫാസ്റ്റർ ഡ്രൈവർ നമ്മുടെ കമ്പനീൻ്റെ ഡ്രൈവറാണ് ഇപ്പോൾ വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കണേ ഗൈസ്. ആരുമില്ല, നമ്മളിപ്പോൾ ശരി കേട്ടോ. ഇനിയിപ്പോൾ വേറെ ആരും ചോദിച്ചിരിക്കണ്ട, മുഖം കാണാതെ. അപ്പം എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം പറയും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ആരും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യാം. അല്ല ഇവിടെ നല്ല പാട്ടുണ്ട്, മിക്കവാറും കോപ്പിറൈറ്റ് കിട്ടും. ആ സംബന്ധമായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ വീഡിയോ വരെയാക്കി എടുക്കണേ മിക്കവാറും നടക്കില്ല ഗൈസ്. പക്ഷേ ഇതവിടെ വരിക്കണേ, ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകാൻ ഗൈസ്. ഇവിടെ പേര് പാട്ടുണ്ട്, മിക്കവാറും നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ നടക്കില്ല ഗൈസ്. അതെന്താ അല്ല അത് ഉറങ്ങണേ, അതിനെന്തോ പേരുണ്ടല്ലോ ആ സാധനത്തിന്. അറിയില്ല, ഞാൻ മറന്നുപോയി. അറിയില്ല. പ്രാവുണ്ട്. ഇതിന്റെ പേര് കിങ്. ഇതെന്താ എലിയോ എനിക്കറിയില്ല. ഓ, ഇത് സീന്. ഇത് കോയി. ഇതെന്തോ ഒരു പ്രാവാണ്. ഇതിന്റെ പേര് ഇതെന്താ ടർക്കി കോയി. ഇതല്ലോ കൊത്തിട്ടോ കൈയിട്ടാലി. മുന്നു പോവാ. സീൻ കോയി ഗൈസ്, വലിപ്പള്ള. ഇതെന്താ അറിയോ? ഇത് ഫാൻസി കോയാണ്. ഇതിനൊക്കെ ഒരു ബ്രോസ്റ്റ് ആക്കിയാൽ പള്ളരച്ച് തിന്നേന് ഗൈസ്. ഇത് നമുക്ക് കര കൊണ്ടോ കേട്ടോ. ഇതിനെ നമുക്ക് ബ്രോസ്റ്റ് ആക്കിയാലോ? കിട്ടും. ഇതെന്താ ഇതിന് പേര് കോക്ടെയിലാണ്. ഇത് നമ്മളെ ലവ് ബേർഡ്സ് ആണ്. ഇത് നമ്മളെ ഫിഞ്ചസ് ആണ്. പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. മാറിക്കുമാ. പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല. പൈനാപ്പിൾ കുനൂറ്. പിന്നെ ഇതിൻ്റെ പേര് എനിക്ക് മറന്നു കേട്ടോ. ഇത് നമ്മളെ മയിൽപ്രാവ്. പക്ഷേ അത് മുന്നേ പോകുന്നുണ്ട്. ഇത് നമ്മളെ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതിന് പേര് എനിക്കറിയില്ല, ഉണ്ടാക്കാം. പിന്നെ ഇതേമാതിരി തന്നെ ഇതൊരു കോയി, ഫാൻസി കോയി. മക്കാവോ ഉണ്ട് അവിടെ. മക്കാവോ അവിടെ പാമ്പുണ്ട് കേട്ടോ. വിഷമില്ലാത്ത പാമ്പാണ്, ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ആളെ കയ്യിൽ ഇതാ പാമ്പുണ്ട്. ഇതിൻ്റെ പേര് എനിക്കത് അറിയോ? ഇതൊക്കെ ഇത് അല്ല, ഏത് പ്രാവ് അറിയോ? പൗഡർ. ഇതിൻ്റെ അടുത്തില്ലേനി. ഇത് മൊയൽ. മയിലല്ല മൊയൽ. ഓ, ഇത് ഗിനിക്കോയി ഗൈസ്. പിന്നെ ഇതിനെ കുറച്ച് ചെറിയതായിട്ട് നോളജ് ഉണ്ട്. നമ്മൾ പഠിച്ചാൽ മോശമാണെങ്കിലും ഇതിൻ്റെ പേരൊക്കെ നമുക്കല്ലോ അറിയാം. പിന്നെ ഇത് കോക്ടെയിൽ. അത് കയ്യത്തോ അല്ലോ കടിച്ചതാണോ?
പക്ഷേ ശരി. ഇമ്മ എന്താ ഓ യമണ്ടോ കുറച്ചോടെ ഗൈസ് ജായിൻ്റെ ആരാ മാസിൻ എൻ്റെ എൻ്റെ ചങ്ങായി ചിക്കൻ പറഞ്ഞു പല കാണിച്ചടാ പ്രാവ് ഇതും പ്രാവ് പ്രാവ് കോയി ഇതെന്താ ലവ് ബേർഡ്സ് കോയി പൂവൻ കോയി കിനിക്കോയി ഇതും കോയി ഇതെന്താ തല കാണിച്ചടാ ഇതും പ്രാവ് ഇത് ചെങ്ങന് പടച്ചോനെ ഗൈസ് കോക്ട് അപ്പൊ ഗൈസ് ഞാൻ പോവാണേ ഇതൂടി ഇരുത്തി തരാം ഗൈസ് ഞാൻ ഇതിൽ കയറാട്ടോ അല്ല ഇരുന്ന് കയറിക്കോ ഇവനെ ഇരുത്തി കൊടുക്കാൻ ഒറ്റ കൊടുക്കും പേടിണ്ടോ ഉറപ്പല്ലേ പേടിച്ച് നോളിച്ചിട്ടോ ഗൈസ് ജായിൻ്റെ സ്ഥാനം ഇതാ പോവാണേ ജായി കയറിയ സ്ഥാനം പോകുന്നുണ്ട് കേട്ടോ ഓ വലിയ മെയിനായിട്ട് കയറിയിരിക്കണം അപ്പം വരുമ്പോൾ ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കാണാം വലിയ സ്പീഡ് ഇപ്പോൾ കാണുന്നില്ല ഇനി കുറച്ച് നേരം എങ്ങനെയാവുമെന്ന് അറിയില്ല ഗൈസ് അപ്പോൾ ജായി ഇതാടെ ലാസ്റ്റ് ഏറ്റവും ബാക്കിലാണ് ചായറ്റുണ്ടാ അപ്പോൾ പോകുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് ഒറ്റക്കൊക്കെ കയറണേ സാധാരണ ആരെങ്കിലും ഒരാളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് കുറച്ച് കഴിഞ്ഞാൽ സ്പീഡ് കിട്ടും അപ്പോൾ എൻ്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ കാണാം ഗൈസ് ഇതിപ്പോൾ ഇങ്ങനെ മെല്ലെ കിട്ടോ ഞാൻ ഒരു പോക്കുണ്ടാവും ചിലപ്പോൾ എനിക്കറിയില്ല മെല്ലെ ഇങ്ങനെ പോകും പിന്നെ ഒരു പേടിപ്പിച്ചിട്ടുണ്ടാവും ടാറ്റ ഉണ്ടാ ടാറ്റ ഗൈസ് നമ്മൾ വിചാരിച്ചൊരു ചായക്ക് വലിയ പേടിയൊന്നുമില്ല കേട്ടോ ഈ ചിരിച്ചാണ്ടൊക്കെ ഇരിക്കണത് കണ്ടില്ലേ ഇപ്പോൾ ചെറിയൊരു പേടിയുണ്ട് മീൻസ് പേർക്കാരൊക്കെ ചാറ്റൊക്കെ കൊടുത്ത് നോക്കണ്ട് വലിയ സീനൊന്നുമില്ല കേട്ടോ സാധനം ആ വിചാരിച്ചു ഇനി ഓ പേടിച്ചു സാധനം എല്ലാത്തിനും പേടിണ്ടാകുന്ന ആളാണ് ഇപ്പം അതാ വലിയ സീനൊന്നും ഇല്ലാതെ കയറിയിട്ടുണ്ട് കഴിഞ്ഞത് ഞാൻ കയറുന്നത് ഇതാ അതിലാണ് ചാട്ടിലിക്കോട്ട ക്യാമറ പിടിച്ചാലും മൈക്ക് പിടിച്ചാലും ഞാൻ ടീമിലേക്ക് ഫ്രെയിം പിടിച്ചാൽ ലൈസ് ഇപ്പം ഞാൻ അതിലാണ് കയറുന്നത് അപ്പോൾ ഏതായാലും കഴിഞ്ഞു വന്നിട്ടുണ്ട് കഴിഞ്ഞില്ലേ ഇതൊക്കെ പണ്ട് കുറേ കയറിയിട്ട് ഇപ്പോൾ കുറേ ഇമ്പം പോയിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ നല്ല രസം ഇപ്പോൾ കയറി മടുത്തു പോയി ചെറുതായിട്ട് അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ജായ അന്തകമ്മിങ് ഇറങ്ങിയിട്ടുണ്ട് എങ്ങനെയുണ്ട് അതിന് എക്സ്പീരിയൻസ് ഒക്കെ നല്ല കാറ്റ് കിട്ടി കാറ്റുണ്ടോ പേടിച്ചോ കൈ വിട്ടാണ്ട് ഞാൻ പേടിച്ചു നോക്കിയ ശേഷം ആദ്യമായിട്ട് ഒറ്റയ്ക്ക് കയറണേ ഞാൻ കാവനൂരിന്ന് കയറിയിരുന്നു നമ്മളറിയില്ലല്ലോ ഇവരൊക്കെ പോയിട്ടുണ്ട് നമ്മളെ കൂട്ടാതെ പോലൊക്കെ പോയിട്ടുണ്ട് ആയിക്കോട്ടെ പണ്ട് പറഞ്ഞാൽ ആ കാണുന്ന സാധനമല്ലേ എനിക്ക് ഭയങ്കര ഇമ്പുള്ള സാധനം കേട്ടോ ഇപ്പോൾ അത് കാണും അതിൻ്റെ ഒരാളില്ല അടുത്തോട്ട് റുക്കാട് കയറും അടുത്ത് ഒറ്റ ചാട്ട കയറും ചല്ലസ്റ്റീനിട്ടോ പണ്ട് ഈ സാധനം ജായി നമ്മളിപ്പോൾ അതിനെ സംസാരിക്കണ ഭാവ ഇതുവരെയായിട്ട് കയറിക്കണോ ഫസ്റ്റ് ടൈം അല്ലേ ഞാൻ പണ്ട് ചെറുപ്പത്തിൽ കയറി കേട്ടോ അത് അവിടെ സ്റ്റേജ് കാര്യങ്ങളൊക്കെ പക്ഷെ ഇവിടെ വീഡിയോ എടുക്കൽ അനുവദനീയമല്ല അമ്മക്ക് അറിയാതെ നമുക്ക് എടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കും കേട്ടോ സംസാരിക്കാത്ത ഇപ്പോൾ ആയില്ലല്ലോ സ്റ്റേജിൽ ആരുമില്ല ഞങ്ങൾ മൂന്നാൾക്കാരെ ഉള്ളൂ സ്റ്റേജിൽ വേറെ ആരുമില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കയറിയാൽ മതി സംഭവം നമ്മൾ മൂഞ്ചി പക്ഷെ നമ്മൾ വീഡിയോ എടുക്കും അനുവാദമല്ല വീഡിയോ എടുക്കാം പക്ഷെ നമ്മൾ വീഡിയോ എടുക്കണം കേട്ടോ ആ പിടിച്ചതല്ലെങ്കിൽ നമുക്കറിയാം എന്നാലും നമുക്ക് വല്ല എടുത്തു നോക്കാം എത്രത്തോളം പോകുന്നത് എനിക്കറിയില്ല ഞങ്ങളുടെ ഇന്നത്തെ ലാസ്റ്റ് പ്രദർശനമാണ് ഈ തുടങ്ങുവാൻ പോകുന്ന ലാസ്റ്റ് പ്രദർശനത്തിന്റെ ആരംഭം മുതൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്ന എവരെയും ഞങ്ങൾ സവനെയും സ്വാഗതം ചെയ്തുകൊണ്ട് പ്രദർശനം ആരംഭിക്കുന്നു. സമയമത്തിരിയായി അവർക്ക് പോകുവാൻ തിരക്കുണ്ട്. ഇനി പ്രോഗ്രാംസുകളൊക്കെ അവർക്ക് കാണുവാനുണ്ട്. ഒന്ന് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുക. ആദ്യമായിട്ട് എന്താണ് പേര്? ജോളി എന്നാണ് പേര്.
എവിടെയാ നാടെവിടെയാ വീട്? അമേരിക്കയിലാണ് നാട്. ജോലി അമേരിക്കയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നിട്ട് എത്ര കൊല്ലമായി? 2 കൊല്ലമായി. ജോലിക്ക് എത്ര വയസ്സ് പ്രായമുണ്ട്? 6 വയസ്സ് പ്രായം. ജോലിക്ക് തറയിൽ കൂടി ഇറങ്ങി നടക്കുവാൻ സാധിക്കുമോ അവരുടെയൊക്കെ ഒപ്പം? ഈ തറയിൽ കൂടി ഇറങ്ങി നടക്കുവാൻ സാധിക്കുമോ? എന്ത് പറ്റി? എല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്ത്. എന്ത് പറ്റി കാലിലും കൈക്കും? പോളിയോ വന്നതാ, വെള്ളകാതം. പോളിയോ വന്നതാ, കാലും കയ്യും ഒക്കെ തളർന്നു പോയി. നിങ്ങൾക്ക് ചോദിക്കാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. പഠിക്കും. ഇതാ എന്റെ കൽബിലെ എന്ന പാട്ട് കണ്ടട്ടെ. എന്റെ കൽബിലെ എന്ന പാട്ട് പാടിക്കും. എന്റെ കൽബിലെ കണ്ണിലാകുമേ നല്ല പാട്ടുകാര്, തട്ടങ്ങിട്ട് ഞാൻ ചാറ്റുകെറ്റോരൻ മുല്ലമുട്ടിലുറങ്ങും. അത്തറൊന്നു വേണ്ടേ നല്ല കൂട്ടുകാര, സുൽത്താന്റെ ജയിലുകാര. എങ്ങനെയുണ്ട്? സ്നേഹിതരുടെ അന്വേഷണം അറിയണം. സ്നേഹിതരുടെ അന്വേഷണം പറയണം. എല്ലാവരോടും ടാറ്റ പറഞ്ഞേര്. എല്ലാവർക്കും ടാറ്റ. We can see again. ഇന്നെങ്ങനെ കേട്ടാ? താങ്ക് യു. ഇല്ല എന്നെ കാണാം. ഈ കക്കായുടെ അന്വേഷണം അറിയണം. അന്വേഷണം പറയണം. ശരി, ഓക്കെ, താങ്ക് യു. വലിയ മോട്ടറാണ്. അതിന് പേടി ചോദിച്ച പേടി കുഴപ്പമില്ല. അപ്പം എന്തായാലും ബാക്കി ഇറങ്ങിയിട്ട് കാര്യങ്ങൾ കാണാം. വീഡിയോ എടുക്കാൻ കഴിയില്ല ഗൈസ്. അപ്പം പേടി ചോദിച്ചാൽ പേടി കുഴപ്പമില്ല. അരികൂടാക്കാണ്ട് ഫുള്ള് കാണട്ടത് കയറാല്. പക്ഷേ പേടി ജോലിക്ക് പറ്റൂല. പണ്ടൊക്കെ നല്ല പേടി, ഇപ്പം അത്ര പേടിയൊന്നുമില്ല. ഞാൻ ചെറിയ പേടിയൊക്കെ ഉണ്ട്. ഇതോടെ ഇറങ്ങുമ്പോൾ അങ്ങോട്ട് ചേരും, അങ്ങോട്ട് ചേരും. അപ്പം നമുക്ക് ചെറിയൊരു സാധനം ഉള്ളിൽ നിന്ന് കഴിയും. പിന്നെ അങ്ങനെ നമുക്ക് റെഡി ചെയ്യും. അങ്ങനെയാണ് ഗൈസ്. അപ്പം മൈക്ക് കാര്യങ്ങളൊന്നും എനിക്ക് യൂസ് ചെയ്യാനില്ല. കാരണം പിടിച്ചിക്കാനും ഞാൻ വരെ കഴിയില്ല. ഇങ്ങനെയൊക്കെ ഉള്ളിൽ നിന്ന് സാധനമായിട്ട് പോകും. അത് വേറെ മൂടാണ്. പേരെ കുത്തിരുന്ന കിട്ടുക ഗൈസ്. അപ്പം ഇവരൊക്കെ ഉണ്ടാവും. എന്നാലും വേറെ മൂടാട്ടോ ഗൈസ്. അപ്പം ശരിയുണ്ട്, വേറെ മൂടാണ് ഗൈസ്. നിങ്ങൾ ഇറങ്ങുമ്പോൾ ഇടുന്നൊരു പേടിഞ്ഞല്ലോ. പഠിച്ചവനൊക്കെ നമ്മളുടെ ഓർക്കും. അത്രേ ഉള്ളൂ. എടുത്തൊന്നും ആരില്ല കേട്ടോ. ഞാനും പറയാനും ഞാൻ ഒറ്റയ്ക്കുള്ളൂ. എരിച്ചാണ് കൊട്ടിക്കോ. എരിച്ചാണ് നിന്നെങ്കിൽ ഫേമസ് ആ ഗൈസ്. അപ്പോൾ ടർഫത്തെ വ്യൂ ഒക്കെ അല്ലോ കാണാം അല്ലേ? മൂടിട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ വരുന്നതൊക്കെ കയറണം. അല്ലാതെ പേരെ ഉത്തരത്തിട്ട് കാര്യമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാവുന്നത് അവിടെ ഫുട്ബോൾ കളിക്കണത്തെ കാണാനുണ്ട്. പിന്നെ ടർഫ് കാണാനുണ്ട്. ഫോൺ പോയാൽ പിന്നെ നോളിച്ചേണ്ടി വരും. അവനാണ് വല്ലാതെ പൊന്താത്ത കഴിച്ച്. അതാ കുഴപ്പമില്ല. അത് ഞാനിപ്പോൾ ഉള്ളത് നെറൂലാണ് കേട്ടോ. നെറൂരിൽ വരുന്ന അടിയിലെ ആൾക്കാരെ ഇറങ്ങാനും പഠിക്കും. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം ഗൈസ്. ഇത് നെറൂരാണ്. ഇത് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യും. എന്നാലും കുറച്ച് കുഴപ്പമില്ല കേട്ടോ. ലാസ്റ്റ് 2-3 നേരമായപ്പോൾ നല്ലോണം ചെയ്യും. അപ്പം ചെറുതായിട്ട് പേടിയിട്ടു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് അടിയിട്ട് വ്യൂ കാണിച്ചു തരാം. സൗണ്ട് എത്രത്തോളം കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. പാട്ടുണ്ടായതുകൊണ്ട് തന്നെ കോപ്പറേറ്റ് ഇട്ടല്ലോന്നും നമുക്കറിയില്ല. ഇവിടെ ആളില്ലാത്തതുകൊണ്ട് നല്ല ഷേക്ക് വ്ളോഗ് എടുക്കുക. ഒറ്റയ്ക്ക് മൈക്ക് കൈ പിടിച്ചാൽ കഴിയില്ല. കാരണം പോകുമ്പോൾ ഉച്ചനമാണല്ലോ, ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണല്ലോ. അപ്പം നമുക്ക് ഏതായാലും അടിത്ത വ്യൂ കാണിച്ചു തരാം. അടിത്ത വ്യൂ മനുഷ്യന്മാരൊക്കെ ഉറുമ്പ് പോലെയാണ് അല്ലേ? മൂട് ഗൈസ്. ബൊമ്മ ഗൈസ്. ചായക്കട വണ്ടി കിട്ടുന്നത്. അങ്ങനെ നമ്മൾ പോകുന്നുള്ളത് ചോരേ കേട്ടോ. നമ്മളെ എന്താ പറയുക സാധനം വാങ്ങാനാണ്. ചായക്ക് എന്താ ഗ്രീൻ പീസ് അത് തിന്നാവുന്നതാണ് കേട്ടോ. അപ്പം ചായക്ക് കാറിലെ വെച്ചിരുന്നിട്ട് ഞാൻ വാങ്ങാൻ വേണ്ടിക്കാം. എന്താ ചെയ്യുക? അപ്പോൾ എന്തായാലും അത് ഇങ്ങനെ ബാക്കി ശേഷി കാര്യങ്ങളൊക്കെ കാണാം. എന്താണ് തിന്നണത് ചായ? കഷ്ടപ്പെട്ട്